ഓവർ ടൈം കണ്ടിജൻസി ഓപ്ഷൻ. അന്ന് ആ 3 പേരും കുറച്ചധികം നേരം ഇന്നിയായി ഉണർന്ന് പ്രവർത്തിച്ചതിന് പിന്നാലെ മിൽച്ചിക് ആ ഓപ്ഷൻ ഓടിയെത്തി ഓഫ് ചെയ്തു. ശേഷം പിന്നെ എന്താണ് ആ രാത്രി സംഭവിച്ചത്? അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അലറി മാർക്ക് വന്നു നിൽക്കുന്ന അതേ സമയത്താണ് അയാളുടെ ഔട്ടി തിരിച്ചെത്തുന്നത്. ഡിവോൺ ഇത് കണ്ട് കുഞ്ഞിനെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഭാവമാറ്റം കണ്ട് ഇത് തങ്ങളെ അറിയുന്ന മാർക്കാണെന്ന് സ്ഥിരീകരിക്കുന്നു. ജെമ്മയുമൊത്തുള്ള ഫോട്ടോ മാർക്കിൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഫംഗ്ഷൻ കുളമേ ആദിയിൽ നിൽക്കുന്ന ഹെലിയണയ്ക്കടുത്തേക്ക് അവളുടെ അച്ഛനും ലൂമൻ സിഇഒയുമായ ജെയ്മി ഈഗനെത്തി ഉള്ളിലെ ഇന്നി വെർഷൻ ആണെങ്കിലും കാണിച്ച പ്രവൃത്തിക്ക് അമർഷം പ്രകടിപ്പിച്ചിട്ട് പോകുന്നു. എന്നാൽ ഹെല്ല സ്റ്റേണായി തന്നെ അവിടേക്കെത്തുന്ന തൊഴിലാളി നോബി മാർക്കോസിന്റെ അടുത്ത് സെവേർഡ് ഫ്ലോർ കൺട്രോൾ ചെയ്യുന്ന ആരെയും ഉടൻ മുന്നിലെത്തിക്കാൻ പറയുമ്പോൾ മറ്റുള്ളവരുടെ ഇന്നീസ് ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് നോബിയും. ക്ഷതമേറ്റ തലയിൽ ഐസും വെച്ച് ലൂമൻ വീടുന്ന ഡിലേനെ നോക്കി നിൽക്കുന്ന മിൽച്ചിക്കിനെ വിളിച്ചു വരുത്തി ഹെലീന അത്യാവശ്യമായി മാർക്കിന്റെയും കിർവിങ്ങിന്റെയും അടുക്കലേക്ക് എത്താനും അവരെന്ത് ആരോട് പറഞ്ഞു ചെയ്തു എന്നൊക്കെ വള്ളി പുള്ളി തെറ്റാതെ കണ്ടുപിടിക്കാൻ പറഞ്ഞു വിടുന്നു. അവരെ പുറത്താക്കേണ്ടി വരുമോ എന്നുള്ള മിൽച്ചിക്കിന്റെ ചോദ്യത്തിന് എല്ലാം കീർ ആഗ്രഹിക്കുന്നത് പോലെയെന്ന് ഹെലീന പറഞ്ഞ് നേരെ അടുത്ത പ്രശ്നം ഡീൽ ചെയ്യാൻ മറ്റൊരു മുറിയിലേക്ക്. ലൂമൻ ഫൗണ്ടർ കീർ ഈഗനിൽ അന്ധമായി വിശ്വസിച്ച് ഒരു ദൈവത്തെ പോലെയാണ് ഇവരെല്ലാം ആരാധിക്കുന്നത്. അടുത്ത റൂമിൽ ഹെലീനയെ കാത്തിരിക്കുന്നത് കൊബേലാണ്. ഇന്നി ഉണർന്നത് കണ്ട് ഉടൻ തന്നെ മിൽച്ചിക്കിനെ വിളിച്ചു പറഞ്ഞ് പ്രശ്നത്തിന്റെ ആഘാതത്തെ കുറയ്ക്കാൻ സാധിച്ചത് വഴി ലൂമനോടുള്ള നിങ്ങളുടെ വിശ്വസ്തത വീണ്ടും തെളിയിച്ചുവെന്നും നന്ദി പറഞ്ഞിട്ട് ജോലിയിലേക്ക് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം അറിയിക്കുന്നു. കൊബേലാകട്ടെ തന്നെ ഒന്നും നോക്കാതെ പുറത്താക്കിയതിൽ ക്ഷമ ചോദിക്കണമെന്ന് ചെറു പരിഭവത്തോടെ പറയുന്നു. ഹെലീന ആ പുഞ്ചിരിയാൽ തന്നെ തന്റെ അച്ഛനും താനും ബോർഡുമൊക്കെ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നതും കുറച്ച് തെളിച്ചുമൊക്കെ വന്ന് ഡിലാൻ ഈ വിദ്യ എങ്ങനെ മനസ്സിലായെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണമെന്ന് കൊബേൽ ചിന്തിക്കുന്നത് കണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്നും നിങ്ങളെ പ്രൊമോഷനോടെയാണ് ജോലിയിൽ എടുത്തിട്ടുള്ളതെന്നും ഹെലേന. പുതിയ പൊസിഷനാകട്ടെ സെവറൻസ് ഉപദേശക സമിതിയിൽ. അങ്ങനെയൊരു സമിതി ഉണ്ടെന്ന് പോലും കൊബേലിനറിയില്ല. അറിയാൻ വഴിയില്ല. കാരണം പുതുതായി തുടങ്ങാൻ പോകുന്നതാണെന്നും മിൽച്ചിക്കകം ഇനി സെവേർഡ് ഫ്ലോറിന്റെ മാനേജർ എന്ന് വെളിവാക്കുന്നതോടെ ഇരുവരുടെയും സംസാരം പരുക്കമായി ഒന്നാലോചിക്കണമെന്ന വാക്കുകളിൽ കൊബേൽ അവിടം വിടുന്നു. മിൽച്ചിക്ക് ഇതേ സമയം നല്ല സെറ്റപ്പ് തീതുപ്പുന്ന ബൈക്കുമായി മാക്രോ ടീമിന്റെ വീടുകളിലേക്ക് വെച്ചുപിടിച്ച് ഇർവിങ്ങിനടുത്തേക്ക് എത്തി കാര്യങ്ങൾ തിരക്കുകയാണ്. സെവേർഡായി മൈൻഡ് സ്പ്ലിറ്റ് ആയതാണെങ്കിലും കൊബേലിനെ അപേക്ഷിച്ച് മിൽച്ചിക്കിനെ എല്ലാവരുടെയും ഔട്ടിക്ക് അറിയാം. കാരണം ജോലിയുടെ അപ്പോയിൻമെന്റ് ടൈമിൽ ഇയാളാണ് ഇൻസ്ട്രക്ഷൻസും കൺസേൺസും ഒക്കെ പറഞ്ഞു വാങ്ങുന്നത്. ഉണ്ടായ മാറ്റത്തെക്കുറിച്ചും മറ്റും ഇർവിങ്ങിനോട് ചോദിക്കുമ്പോൾ എന്നാൽ അയാൾ ആ സമയമെല്ലാം ടിവിക്ക് മുമ്പിലായിരുന്നുവെന്ന് പറയുന്നതോടെ മിൽച്ചിക് നിങ്ങളുടെ ഇനി എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും അയാൾ മറ്റുള്ള പലരെയും അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞ് ജോലിയിൽ നിന്നും പുറത്താക്കിയതെ അറിയിച്ച് അടുത്തിടത്തേക്ക് പറക്കുന്നു. ഹെലീന അതേസമയം കമ്പനിയുടെ ഡാമേജ് കൺട്രോളിനായി ചെറിയൊരു PR വർക്ക് നടത്തുന്നു. അവൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്യുകയാണ് പബ്ലിക്കിന് മുന്നിലേക്ക് എത്തിക്കാനായി. പ്രസംഗത്തിൽ പറഞ്ഞ തന്റെ വാക്കുകൾ തമാശയ്ക്ക് പറഞ്ഞതാണെന്നും അത് തീർത്തും കള്ളമായിരുന്നു. മദ്യപിച്ചതിന്റെ ഹാങ് ഓവറിൽ പറഞ്ഞ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ലൂമനിലെ ജോലി നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിർവഹിക്കുന്നുവെന്നൊക്കെ റെക്കോർഡിംഗ് നടത്തുമ്പോൾ മിൽച്ചിക് ഡിലാനടുത്തെത്തി കമ്പനിക്ക് നിരക്കാത്ത വളരെ അപകടകരമായ ഒരു പ്രവൃത്തിയാണെന്ന് നിങ്ങളുടെ ഇന്നി ചെയ്തിട്ടുള്ളതെന്നും അതുമൂലം ജോലിയിൽ നിന്നും ഫയർ ചെയ്യുകയാണെന്നും അറിയിച്ച് അയാളെ അപ്സെറ്റാക്കി നേരെ മാർക്കിനടുത്തേക്ക്. മാർക്കിന്റെ അളിയൻ റിക്കിന്റെ ബുക്ക് ലോഞ്ചിങ് ഫംഗ്ഷൻ അവിടെ ഉണ്ടായ പുകലുകൾ മൂലം മാറ്റിവെച്ച് ക്ഷണിച്ച ഒരു സ്നേഹത്തോടെ മറ്റൊരു ദിവസത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞു വിടുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ മാർക്കിന്റെ ഇന്നി ഉണർവിലുപരി ആ സമയം ഡിവോണുമായി ഒറ്റയ്ക്ക് സംസാരിക്കാൻ നേരം അവർ തന്റെ കൈക്കുഞ്ഞിനെ കൊബേലിന്റെ കൈകളിലാണ് ഏൽപ്പിച്ചത്. എന്നാൽ മാർക്കിന്റെ വെളിപ്പെടുത്തലിലൂടെ കൊബേൽ ആൾമാറാട്ടം നടത്തി നിൽക്കുന്ന ലൂമൻ എംപ്ലോയി ആണെന്നറിയുന്നതോടെ വെപ്രാളത്തിൽ ഡിവോൺ പുറത്തു നിന്ന് നോക്കുമ്പോൾ അവരെ കാണാനില്ല. അങ്ങനെ അവിടെ മൊത്തം സിറ്റുവേഷൻ പാനിക്കായി തിരിഞ്ഞു നടന്ന ഒടുവിൽ ഒരു മുറിക്കുള്ളിൽ നിന്നും കുഞ്ഞിനെ കിട്ടുന്നുണ്ട്. കൊബേലാകട്ടെ മാർക്കിന്റെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് മിൽച്ചിക്കിനെ വിളിച്ചു പറഞ്ഞ് ലൂമനിലേക്ക് വെച്ച് പിടിച്ചതാണ് കൊച്ചിനെ റൂമിൽ വെച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ മൂവരും സംസാരിക്കുന്ന വഴി മനസ്സിലാവുന്ന ഒരു കാര്യം അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അലറി വിളിച്ചത് കുഞ്ഞിനെ പറ്റിയാണെന്നാണ് അളിയനും പെങ്ങളും കരുതാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കത് 100% ഉറപ്പുണ്ടോയെന്ന് മാർക്കും. കാരണം ആ വാചകവും ഒപ്പം കയ്യിൽ കണ്ട് ജെമ്മയുടെ ഫോട്ടോയും തമ്മിൽ ചേർക്കുമ്പോൾ എവിടെയെന്തോ പിശക് മാർക്കിനുള്ളിലുണ്ട് താനും. സംസാരിച്ചിരിക്കവേ മിൽച്ചിക്ക് അവിടെ എത്തുകയായി. കുറച്ചു കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് വളരെ പൊളൈറ്റായി വന്ന് ടേബിളിൽ കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. ഓവർ ടൈം കണ്ടിജൻസി എന്ന ഓപ്ഷനെക്കുറിച്ച്. ഇന്നീ വെർഷനെ പുറത്തും ആക്റ്റീവാക്കുന്ന ഈ ഓപ്ഷൻ എന്തുകൊണ്ട് ഇതുവരെ തന്നെ അറിയിച്ചില്ലെന്ന് മാർക്ക് ചോദിക്കുന്നതിലും തുടക്കത്തിൽ തന്നെ കൺസെന്റിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നതോടെ മാർക്ക് സൈലന്റ് ആവുന്നു. കാരണം കൺസെന്റ് അല്ലേ, അതൊക്കെ വായിച്ചു നോക്കാൻ ദിവസമെടുക്കുമെന്ന് കരുതി സ്കിപ്പ് ചെയ്തതാവും പാവം. ഇന്നീ മാർക്കിന്റെ സാന്നിധ്യം ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശരിയാണെന്നും തങ്ങൾ പരസ്പരം സംസാരിച്ചെന്നും ഡിവോൺ. എന്താ സംസാരിച്ചെന്ന് തിരക്കുന്നതിലും ഡിവോൺ അതേക്കുറിച്ച് പറയാതെ ഇനി അതിന്റെ പേരിൽ മാർക്കിനെ ശിക്ഷിക്കാനാണോ എന്നൊരു ചോദ്യം അങ്ങോട്ടിടുന്നു. മിൽച്ചിക് സംസാരത്തിലൂടെ ആളുകളെ കയ്യിലെടുക്കാൻ വിരുദ്ധരാണെന്ന് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അതേപോലെ തന്നെ ശിക്ഷ എന്നത് ലൂമന്റെ നിഘണ്ടുവിലില്ലെന്നും നിങ്ങളെ പേടിപ്പിച്ച കൊബേലിനെ ഇനി നിങ്ങൾ കാണേണ്ടി വരില്ല, അതേപോലെ തന്നെ ലൂമനിലും മാർക്കിന്റെ ഇന്നിക്ക് അവരൊരു ശല്യമാവില്ലെന്നും സ്നേഹവാക്കുകളിൽ പറഞ്ഞ ശേഷം മാർക്കും കൂട്ടരെ ഒന്നും വെളിവാക്കാൻ താല്പര്യമില്ലാതിരിക്കുന്നത് കണ്ട് ഞാൻ പിന്നീട് ഇവിടെത്താമെന്ന് പറഞ്ഞ് അവിടം വിടുന്നു. മാർക്കിന് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഒരു താക്കീത്. ഇന്ന് നിങ്ങളുടെ ഇന്നീ വർഷം ചെയ്തത് യുക്തിക്ക് നിരക്കാത്ത ഒന്നാണ്, ധീരമായൊരു പ്രവൃത്തി.
ആ ധീരതയ്ക്കുള്ള സമ്മാനമായി ഇന്നീവേഴ്സിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരെ അപേക്ഷിച്ച് മാർക്കിനോട് ടെർമിനേഷനെ കുറിച്ചൊന്നും പറയാതെയാണ് അയാൾ പോകുന്നത്. കാരണം അയാളുടെ ഇന്നിയിൽ നിന്നുണ്ടായത് എന്താണെന്ന് ഇനിയും അറിഞ്ഞിട്ടില്ല. ഒരു വര കൂടി വരേണ്ടി വരുമെന്നങ്ങനെ പോകുമ്പോൾ മറ്റൊരിടത്ത് ഹെലീന തൻ്റെ ഇന്നിയുടെ ജോലി സ്ഥലത്തെ കാഴ്ചകൾ കാണുകയാണ്. അപ്പോൾ ലൂമനിൽ നടക്കുന്ന സകലതും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് വ്യക്തം. ജോലി പോയ വിഷമത്തിൽ ഇനി അടുത്ത് നിന്നെന്ന് ഡിലാൻ ചിന്തിക്കുമ്പോൾ നമ്പരപ്പെട്ടിരിപ്പുള്ള ഇർവിങ് തൻ്റെ കോട്ടിൽ ബർട്ടിനെ പറ്റിയുള്ള കുറിപ്പുള്ളത് കാണുന്നു. മുൻപ് ഇന്നീവേഴ്സിനെ എടുത്തുകൊണ്ട് പോയത്. മാർക്ക് അങ്ങനെ തിരികെ എത്തി കൊബേലിൻ്റെ വീട്ടിലേക്ക് നേരെ ചെന്ന് തട്ടുന്നു. അവരോട് ഒരു 100 ചോദ്യമുണ്ട് മാർക്കിന്. അനക്കമില്ലാത്തതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ CCTV വിഷ്വൽസിൽ ഹെലീന മാർക്കുമൊത്തുള്ള കിസ്സിങ് കാണുന്നതോടെ ആശ്ചര്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. തൻ്റെ ഇന്നിക്കപ്പോൾ മാർക്കുമായി എന്തോ അറ്റാച്ച്മെൻറ്റ് വന്നതായി അറിഞ്ഞ് ആ രാത്രി കടന്നു പോകുമ്പോൾ മാർക്ക് ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ്. തൻ്റെ ഭാര്യയുടെ അലട്ടൽ അയാളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് റിലാക്സ്ഡായി സംസാരിക്കാൻ ഡിവോൺ മാർക്കിനെ ഡിന്നറിന് വിളിക്കുമ്പോൾ ഡിലാൻ സമയം ഒട്ടും കളയാതെ മറ്റൊരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് എത്തിയിരിക്കുകയാണ്. ആ ഡോർ കമ്പനിയിലെ മാനേജറും ഡിലാനും തമ്മിൽ നല്ല സാമ്യതയുണ്ട്. ഡിലാനിൽ നല്ല രീതിയിൽ ഇംപ്രസ്ഡായി വരുന്നുവെങ്കിലും ലൂമനയിൽ ജോലി ചെയ്തതാണെന്നറിയുന്നതോടെ, അതും സെവേർഡായാണെന്നറിയുന്നതോടെ വിളിക്കാമെന്ന് പറഞ്ഞു വിടുന്നു. ഒരു ജോലിയുടെ പേരിൽ മറ്റു ജോലികൾ കിട്ടാതിരിക്കുന്ന അവസ്ഥ. എന്നിരുന്നാലും മറ്റൊരു ജോബ് ഓഫറിനെ പറ്റി ഭാര്യ വിളിച്ചറിയിക്കുമ്പോൾ ഡിന്നർ വേളയിൽ കൊബേലിനെ കാണാൻ കഴിഞ്ഞോ ഡിവോൺ തിരക്കിയിട്ട് ഒരുപക്ഷെ ഇനി പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമായിരിക്കുമെന്നും ആലോചിക്കുമ്പോൾ മാർക്കാകട്ടെ ഇനി ഒന്നും വേണ്ടെന്നും ജോലി മതിയാക്കാൻ പോവുകയാണെന്നും തൻ്റെ ഡിസിഷനെക്കുറിച്ച് പറയുന്നു. ഇനി അപ്പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ കൊള്ളാമെന്നും ജമ്മയുടെ വിയോഗത്തിൽ തനിക്ക് മതിയായ സങ്കടമുണ്ടെന്ന് ഡിവോൺ പറയുന്നെങ്കിലും താൻ അനുഭവിക്കുന്ന വേദന തനിക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് ടെൻസ്ഡായി മാർക്ക് ഇറങ്ങിപ്പോകുന്നു. തൊട്ടപ്പുറത്തിരുന്ന് ഇതെല്ലാം ഒരാൾ വാച്ചിങ് ആണ്. നോബി മാർക്കോസ്. ആ രാത്രിയും കൊബേലിൻ്റെ അനക്കമൊന്നും വീട്ടിൽ കാണാനില്ല. ഇർവിങ് എന്തോ രഹസ്യബുദ്ധിയിൽ ഒരു പബ്ലിക് ഫോൺ ബൂത്തിൽ കയറി ആരെയെ വിളിച്ചിട്ട് എൻ്റെ ഇന്നിക്ക് ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അയാൾ തൻ്റെ ഇന്നിക്ക് എന്തോ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതായും അത് വിജയിച്ചതായും മനസ്സിലാക്കാം. മെസ്സേജ് എന്താണെന്നും ഇയാളിപ്പോൾ സംസാരിക്കുന്നത് ആരോടാണെന്നുള്ളതും മിസ്റ്ററിയാണ്. ഉടൻ തന്നെ അയാളെ ചുറ്റിപ്പറ്റി ഒരു കാർ വന്ന് നിൽക്കുന്നതോടെ ഫോൺ വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. ആ കാറിൽ ഇർവിങ്ങിനെ നിരീക്ഷിക്കുന്നത് ബർട്ടാണ്. മാർക്കിന് കൊബേലെന്ന പോലെ അപ്പോൾ ഇർവിങ്ങിന് ബർട്ടാണോ നിരീക്ഷകൻ? മിൽച്ചിക് വീണ്ടും മാർക്കിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തവണ ഒരു കൂടെ നിറയെ പൈനാപ്പിളും മറ്റു പഴങ്ങളുമായി ഒരു ഹാപ്പി മീറ്റിംഗ്. ഇത്തവണ അയാൾ എത്തിയിട്ടുള്ളത് നടന്നതിനെക്കുറിച്ച് ചോദിക്കാനല്ല, ജോലിക്ക് തിരിച്ചു വരുത്താനുള്ള ചില ഓഫറുമായിട്ടാണ്. ശമ്പളം 20% വർദ്ധിപ്പിക്കാമെന്ന് ഒരു ഓഫർ. ഇന്നിയുടെ മാനസിക ഹെൽത്തിനായി അടിക്കടി വിവിധ ഓർഗനൈസേഷൻസുമായി വെൽനസ് സെഷൻ നടത്താമെന്ന് മറ്റൊരു ഓഫറും. പിന്നീട് അയാൾ പറയുന്നത് ജമ്മയെക്കുറിച്ച്. മാർക്ക് ജോലിക്കായി എത്തിയപ്പോൾ സെർവേഡ് ആവാൻ കാണിച്ച ആദ്യ റീസൺ ഭാര്യയുടെ മരണമാണ്. മരണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടും അവളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണെന്നും അവളുടെ പ്രേതത്തെ താൻ കൊല്ലാൻ നോക്കുന്നത് പോലെയൊക്കെ തോന്നുന്നതായും അന്ന് പങ്കുവച്ചിരുന്നു. ഇപ്പോഴും അങ്ങനെ തോന്നാറുണ്ടോ എന്ന് മിൽച്ചിക് ചോദിക്കുമ്പോൾ തീർച്ചയായും അത് മാർക്കിനെ മെൻ്റലി വീക്കാക്കാനാണ്. ഇതിന് പിറകെ ഇനി മാർക്ക് എന്ത് സന്തോഷവാനാണെന്നും ഫണ്ണിയാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും വിഷമമൊന്നും അവിടില്ല. മാത്രമല്ല അയാൾക്ക് അവിടെ ഒരു പ്രണയിനി വരെ ഉള്ളതായും പറയുന്നതോടെ മാർക്ക് വീഴുകയാണ് മിൽച്ചിക്കിൻ്റെ മാനിപ്പുലേഷൻ വാക്കുകളിൽ. മാർക്കിനെ തിരികെ കൊണ്ടുവരാനുള്ള മുൻകൈ മറ്റാരുടെയുമല്ല, ഹെലീനയുടേതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ബോർഡിൻ്റേത്. ബോർഡ് അവിടെ നിന്ന് പ്ലാൻ ചെയ്യുകയാണ് മാക്രോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയ ആൾക്കാരെ എത്തിക്കുന്നതിനെക്കുറിച്ച്. മിൽച്ചിക് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാർക്കിൻ്റെ ഇത്രയും കാലത്തെ സേവനത്തിൽ തൃപ്തരായതിൻ്റെ പേരിലാണ് അയാളെ തിരിച്ചു വിളിക്കുന്നതെന്ന് ബോർഡ് പറയുമ്പോഴും ആ കിസ്സിംഗ് വീഡിയോയുമായി ഈ തീരുമാനത്തിന് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹെലീന പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് കോൾഡ് ഹാർബറിലേക്ക് എത്താൻ ഇനിയും ദൂരമുണ്ടെന്നും മാർക്ക് അതിനാവശ്യമാണെന്നും. എന്താണ് കോൾഡ് ഹാർബർ? അതറിയുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് അനുമാനിക്കാം. അങ്ങനെ ഒടുവിൽ മാർക്ക് തൻ്റെ ഇന്നീ വെർഷനെങ്കിലും സമാധാനമായി ജീവിക്കട്ടെ എന്ന തീരുമാനത്തിൽ വീണ്ടും ലൂമിലേക്ക് എത്തിയിരിക്കുകയാണ്, ജസ്റ്റ് ഒരു സൺഡേ ഹോളിഡേ കഴിഞ്ഞ്. അങ്ങനെ 1 മണിക്കൂർ മുമ്പ് പുതിയ ജോലിക്കാരെ കയറ്റിയതിന് പിറകെ മാർക്ക് എത്തി ജോലിക്ക് കയറുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് മാർക്ക് ജോലി കഴിഞ്ഞ് 5 മണിക്ക് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ ആ ദിവസം എന്താണ് ഉള്ളിൽ ഉണ്ടായത്? പറയാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കാരണം ഇനി അങ്ങോട്ടുള്ള സീനുകൾ അത്തരമൊരു കൺഫ്യൂഷൻ രീതിയിലാണ് വേറെ ലെവലായി നിർമ്മിച്ചിട്ടുള്ളത്. വൺ ഓഫ് എ കൈൻഡ് സ്ക്രീൻ പ്ലേ. ആ ദിവസം നടന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കണ്ട കാഴ്ചകൾ. മാർക്ക് നേരെ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി പുതിയ ആൾക്കാരെയൊക്കെ കണ്ട് അന്തിച്ചു നിൽക്കുന്ന ആ സിറ്റുവേഷൻ. സംഭവം നടന്നിട്ട് 5 മാസമായെന്നും താനാണ് പുതിയ മാനേജർ എന്നുമെല്ലാം മിൽച്ചിക്ക് പറയുന്നത് കേട്ട് ആ ദിവസം തീർന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ മിൽച്ചിക്ക് പറഞ്ഞൊരു ശുദ്ധ നുണയാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഒരു ദിവസം മാത്രം കഴിഞ്ഞെടുത്ത് അയാൾ പറഞ്ഞത് 5 മാസം. അപ്പോൾ മുൻപ് കാണിച്ച ന്യൂസ് പേപ്പറും അപ്പോൾ ഫേക്കായിരുന്നു. അടുത്ത ദിവസം വീണ്ടും കയറുന്നു. അന്ന് നടന്നാണ് തിരിച്ചിറങ്ങുമ്പോൾ മാർക്ക് ഡബ്ല്യുവിൻ്റെ പോക്കറ്റിൽ ആ നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ തിരിച്ചിറങ്ങി ഒന്നും അറിയാതെ സാധാരണയായി പോകുന്നു. വീണ്ടും അടുത്ത ദിവസം ലിഫ്റ്റിലേക്ക്. ഇത്തവണ മിൽച്ചിക്ക് ആ നോട്ട് പൊക്കിയതിന് പിറകെയുള്ള പുകിലുകളും തുടർന്ന് സ്പീക്കറിൽ പോയി ബോർഡിനോട് ടീമിനെ തിരികെ എത്തിക്കാൻ വെല്ലുവിളിക്കുന്നതുമായ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ മിൽച്ചിക്ക് ലിഫ്റ്റിൽ കയറ്റി ഗുഡ് ബൈ മാർക്ക് എന്ന് പറഞ്ഞയക്കുന്നു. നേരെ അയാൾ താഴെ വന്ന വാച്ചറോട് ഗുഡ് ബൈ പറഞ്ഞിറങ്ങി പോകുന്നു. എന്നാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ലിഫ്റ്റിൽ ഗുഡ് ബൈ പറയുന്നത് കേട്ട് കയറിയതിന് പിന്നാലെ ഒന്ന് മയങ്ങി ഉണർന്ന് തിരികെ ഫ്ലോറിലേക്ക് എത്തി പിറകെ ഡിലാനും കൂട്ടരും എത്തുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
ഗുഡ് ബൈ പറഞ്ഞയച്ച ശേഷം മിൽച്ചിക് മാർക്കിന്റെ സ്പീക്കർ ടോക്ക് ബോർഡ് മൊത്തിരുന്ന് കേൾക്കുന്നു. നല്ല രീതിയിൽ ലൂമനെ സേവിക്കാനാണ് നോക്കുന്നതെന്നും അതിന് തന്റെ പഴയ ടീമിനെ വേണമെന്നുള്ള സംസാരം. ലൂമൻ പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു ചാൻസ് കൊടുക്കാനുള്ള ഒരു റെക്കോർഡിംഗ്. മാർക്ക് ചോദിക്കുന്നത് നൽകണം എന്ന് മിൽച്ചിക്, ഹെല്ലിയാർ ഉൾപ്പെടെ. പഴയ ടീമുണ്ടെങ്കിൽ അവനത് പൂർത്തിയാക്കാനാവൂ എന്ന് നോബി മാർക്കോസും. അങ്ങനെ അന്ന് രാത്രി തന്നെ ടെർമിനേറ്റ് ചെയ്തവരെ മിൽച്ചിക് തിരിച്ചു വിളിക്കുന്നു. വേറെ പണി കിട്ടായിരുന്ന ഇരുകൂട്ടർക്കും ആ ക്ഷണം ഒരു ലോട്ടറിയും. അങ്ങനെ അടുത്ത പ്രഭാതം മാർക്ക് ശാന്തനായി ലൂമനിലേക്ക് കടക്കുന്നു. ജോലി പോയി നിന്ന് രോധിക്കുന്ന ഒരു എംപ്ലോയെ നോക്കിക്കൊണ്ട്. അത് മറ്റാരുമല്ല, മാർക്കാണ്. മുൻപ് കണ്ട മാർക്ക് ഡബ്ല്യു. നേരെ വന്ന് ചെക്കപ്പ് കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറുന്നതിന് പുറകെ ഡിലാനും പിന്നെ ഇർവിങ്ങും ഒടുവിൽ ഹെല്ലിയും കയറി പോകുന്നു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം സിങ്കായിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഈ റീയൂണിയനുമായി. ഇവരെല്ലാം ഒരുമിച്ചങ്ങനെ ചെന്ന് കുറച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്യുന്നിടത്താണ് ഫസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് രണ്ടാമതും വന്നു, സെക്കൻഡ് എപ്പിസോഡ് ആദ്യവും വന്ന പോലെ. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് എത്തുന്ന മാർക്ക് ഫൈനലി കൊബേലിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അവർ പെട്ടിയും കിടക്കയും എടുത്ത് സ്ഥലം കാലിയാക്കാൻ ഒരുങ്ങുന്നത് ശ്രദ്ധിക്കാതെ മാർക്ക് നിങ്ങൾ ആരാണെന്നും പിന്നാലെ സൗഹൃദം നടിച്ചു കൂടിയ എന്തിനാണെന്നൊക്കെ ഉറച്ചു ചോദിക്കുകയാണ്. കൊബേലിന്റെ മറുചോദ്യം എന്നത് അവർ നിന്നെ ലൂമനിൽ തുടരാൻ കൺവിൻസ് ചെയ്തുവെന്ന്. അതിൽ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നോ? നിന്നെ വിലയ്ക്കാൻ എളുപ്പമാണ്. അങ്ങനെ പറഞ്ഞ് വണ്ടിയെടുത്ത് പോകുമ്പോൾ വട്ടം ചാടി നിന്നിട്ട് മാർക്ക് ഇതെല്ലാം എന്താണെന്നും നിങ്ങളിങ്ങനെ ചെയ്തതൊക്കെ എന്തിനാണെന്നും ആക്രോശിക്കുന്നു. കുറച്ചൊന്നും തണുത്തിട്ട് ജെമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ കൊബേലിനൊരു ഭാവമാറ്റം. പതിയെ എന്തോ പറയാൻ വെമ്പൽ കൊണ്ടുവന്ന ശേഷം എടുത്ത പാടെ ഹോൺ അടിച്ച് അലറിക്കൊണ്ട് കാറും എടുത്ത് പായുന്നു. ഇതും നോക്കി അന്തിച്ചു നിൽക്കുന്ന മാർക്കിൽ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൊബേലിന് ജെമ്മയെക്കുറിച്ച് അറിയാമെന്ന് അവരുടെ എക്സ്പ്രഷൻ വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ ഇനി സ്വന്തം കൺസെന്റ് ഇല്ലാതെ എങ്ങാനും ലൂമൻ ഹയർ ചെയ്ത ഒരാളായിരിക്കുമോ ജെമ്മ? മാത്രമല്ല ഹെലേന പറയുന്ന കോൾഡ് ഹാർബർ പരിപാടി എന്തായിരിക്കും? മാർക്കിനെയും അയാളുടെ ഡിമാൻഡുകളെയും തള്ളിക്കളയാതിരിക്കുന്നതിന് കാരണം ഈ പ്രോജക്റ്റാണെന്ന് നമുക്ക് ഈ എപ്പിസോഡിലൂടെ മനസ്സിലായി. ഹെലേനയ്ക്ക് മാർക്കുമായുള്ള തൻ്റെ ഇന്നി വെർഷൻ്റെ അറ്റാച്ച്മെൻറ്റ് തീർച്ചയായും സ്ട്രൈക്ക് ആയിട്ടുണ്ട്. സെവറൻസിനെ പുറം ലോകം കാണുന്നത് എങ്ങനെയെന്ന് ഡിലാൻ്റെ ജോബ് ഇൻ്റർവ്യൂവിലൂടെ കാട്ടിത്തന്നു. ആ ഒരൊറ്റ കാരണത്താൽ അയാളെ പറഞ്ഞു വിട്ടത് വഴി. ഇൻ്റർവ്യൂ നടത്തിയ ആളുമായി ഡിലാന് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിലാൻ ഒരുപക്ഷെ സെവേർഡ് അല്ലായിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നിരിക്കും എന്നൊരു സന്ദേശമാണ്. മറ്റൊരു കാര്യം, ഡിലാൻ്റെ വൈഫിനെ പറ്റി സീസണിൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ മെൻഷൻ ചെയ്യുന്നെങ്കിലും അവരെ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇനി അത് മുമ്പ് മാർക്ക് കണ്ട ആ PTA റീഇൻറ്റഗ്രേറ്റ് ചെയ്ത സർജനം കാണാമാനോ എന്നൊരു സംശയം. കാര്യങ്ങളിങ്ങനെ പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു മസ്റ്റ് വാച്ച് തന്നെയാകും അടുത്തു വരാൻ പോകുന്ന എപ്പിസോഡ്. അപ്പോൾ കൂട്ടരെ, സോദരരെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും പങ്കുവയ്ക്കാൻ മറക്കരുത്. വീണ്ടും അപ്പോൾ കാത്തിരുന്ന് കാണാം.